സർ, ഇപ്പോൾ ഈ മലപ്പുറത്തൊക്കെ നിപ്പ പടർന്നു പിടിച്ചിരിക്കുന്ന സമയമാണല്ലോ. അപ്പോൾ അവിടെയൊക്കെ ലോക്ക്ഡൗണും അങ്ങനെയുള്ള കാര്യങ്ങളും മാസ്കും സാനിറ്റൈസറും അങ്ങനെ കുറേ നിയന്ത്രണങ്ങളൊക്കെ ഉള്ള ടൈമാണ്. അപ്പോൾ എന്താണ് ഈ നിപ്പ പടരുന്നത് വവ്വാലിൽ നിന്നാണോ? വവ്വാലിന് നമ്മൾ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? വവ്വാൽ കഴിച്ച ഭക്ഷണങ്ങൾ അത് ഉപയോഗിക്കാതിരിക്കേണ്ട അവസ്ഥയുണ്ടോ? എങ്ങനെയാണ് അത് പടർന്നു പിടിക്കുന്നത്? സാറിൻ്റെ അഭിപ്രായം എന്താണ്? നോക്കൂ, പാണ്ടിക്കാട് ഒരു കുട്ടി മരിച്ചത് നിപ്പ വന്നിട്ടാണ് എന്നുള്ള വാർത്ത വന്നു. അതിനുശേഷം സ്കൂളുകളിലും അതേപോലെ തന്നെ പൊതുവെ മലപ്പുറം ജില്ലയിലും ലോക്ക്ഡൗണും ഒന്നും ഇല്ലെങ്കിൽ പോലും മാസ്ക് ധരിക്കണം, സാനിറ്റൈസർ ഉപയോഗിക്കണം. അത് ഒരു സ്കൂൾ തലങ്ങളിലും അതുപോലെ ഗവൺമെൻറ് തലങ്ങളിലൊക്കെ അതിൻ്റെ പ്രചരണം വല്ലാതെ വന്നപ്പോൾ എല്ലാവരും ഭയപ്പെട്ടു. സത്യത്തിൽ നിപ്പ എന്ന രോഗം ഇതിനെ പറ്റി പരിശോധിക്കുമ്പോൾ ഇത് മലേഷ്യയിലുണ്ടായിരുന്ന പന്നി അതുപോലെയുള്ള മൃഗങ്ങളെ, എന്നുവെച്ചാൽ പന്നി എന്ന് പറയുന്ന മൃഗത്തിൻ്റെ ഇറച്ചിയും അതുപോലെയുള്ള ആഹാരം കഴിക്കുന്നവരിലും അത് കൈകാര്യം ചെയ്യുന്നവരിലുമാണ് ഈ ഒരു രോഗം പണ്ട് വന്നിരുന്നത്. അതിന് പന്നി അതിൻ്റെ ഒരു കാരണമാണ് ഈ നിപ്പ എന്നൊക്കെ രീതിയിൽ ആ പേര് വന്നിട്ടുള്ളത്. പക്ഷേ പിന്നീട് പന്നിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളിലേക്ക് ഈ രോഗം വരുന്നു എന്ന രൂപത്തിലാണ് ഇപ്പോൾ പുതിയ കഥ മാറി വരുന്നത്. അതെന്തുകൊണ്ട് കഥ മാറുമെന്ന് മനസ്സിലാവുന്നില്ല. ഏതായാലും നിപ്പ എന്ന രോഗം പന്നിയുമായി ഇടപെടുന്ന ആളുകൾക്ക് വന്നിരുന്ന രോഗമാണ്. പന്നിയിൽ നിന്നുമുണ്ടാകുന്ന ചില വൈറസുകളുടെ പ്രസരണം കൊണ്ടാണ് രോഗമുണ്ടായത് എന്നാണ് ഇതിൻ്റെ ചരിത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് മലേഷ്യയിലുണ്ടായിട്ടുള്ളത്. പക്ഷേ വലിയ അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിൽ നിപ്പ വന്നപ്പോൾ കംപ്ലീറ്റ് മുസ്ലിങ്ങൾക്കാണ് വന്നിട്ടുള്ളത്. കാരണം ഇവരാരും പന്നി കഴിക്കുകയോ പന്നിയുമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധം പുലർത്തുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഒരിക്കലും പന്നിയുമായി ബന്ധമില്ലാത്ത ഒരു രോഗമാണ് നിപ്പ എന്ന് പന്നി ഇറച്ചി കഴിക്കുകയും പന്നി ഇറച്ചിയുമായി കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് ഒരു സുരക്ഷിതത്വം ഉറപ്പുവരുന്ന സ്വഭാവത്തിലേക്ക് ഒരു പ്രചരണമാണ് നിപ്പ എന്ന രോഗം ഇന്ന് ഇവിടെ കാണുന്നത്. കാരണം മലേഷ്യയിൽ രോഗം ഉണ്ടായ സമയത്ത് പന്നിയുമായി ഇടപെട്ട ആളുകൾക്ക് മാത്രമുള്ള രോഗമായിരുന്ന ഈ രോഗം ഇന്ന് വവ്വാലുമായി ഇടപെട്ട ആളുകൾക്കുണ്ട് എന്ന് പറയുന്നു. ഇപ്പോൾ ഞാൻ മലപ്പുറം ജില്ലയെ പറ്റി നിരീക്ഷിക്കുമ്പോൾ മലപ്പുറം ജില്ലയിൽ ഒരുപാട് പ്രകൃതി വിഭവങ്ങളുണ്ട്, പഴങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ കഴിച്ച് ജീവിക്കുന്ന ഒരു ജീവിയാണ് വവ്വാൽ. അപ്പോൾ വവ്വാൽ രാത്രി പുറത്തിറങ്ങി നടക്കുന്നത് കാരണം പലപ്പോഴും നമുക്ക് കാണാനും കഴിയില്ല. പക്ഷേ ശ്രദ്ധിച്ച് നോക്കിയാൽ മലപ്പുറം ജില്ലയിലുള്ള അടക്ക, പൊതുവേ കവുങ്ങിലുണ്ടാവുന്ന അടക്ക, ഇതിപ്പോൾ ആരും പറിപ്പിക്കില്ല. കാരണം പറിപ്പിച്ചാൽ പൈസ കൊണ്ട് മുതലാവില്ല. എന്നാലോ എല്ലാവരും എല്ലാ മാസവും അടക്ക വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ അടക്ക എങ്ങനെയാണ് കവുങ്ങിൽ നിന്ന് താഴെ വരുന്നതെന്ന് ചോദിച്ചാൽ ഇതൊക്കെ വവ്വാൽ പറിച്ചിടുന്നതാണ്. അപ്പോൾ വവ്വാൽ ഒരു പണി ചെയ്യുന്നുണ്ട്, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അടക്ക പറിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ അടക്ക പറിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ പോരാ, വവ്വാൽ ആ അടക്ക അതിൻ്റെ ഒരു ആഹാരമായി അത് ഊമ്പും, എന്നിട്ട് അതിൻ്റെ രസം കുടിക്കുകയും അതിനുശേഷം അത് താഴത്തിടുകയും ചെയ്യുന്നു. ഇതാണ് വവ്വാൽ ചെയ്യുന്ന ഒരു സേവനം. ഇപ്പോൾ അടക്ക പറിപ്പിക്കുക എന്നുള്ളത് ഒരിക്കലും മുതലാവാത്തൊരു സാഹചര്യം മലപ്പുറം ജില്ലയിലുണ്ട്. എന്നാൽ എല്ലാവരും അടക്ക വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വിൽക്കുന്ന അടക്കൊക്കെ നിലത്ത് നിന്ന് പെറുക്കി വിൽക്കുന്നതാണെങ്കിൽ നിലത്തേക്ക് കവുങ്ങിൽ നിന്ന് തള്ളിയിടുന്നത് വവ്വാലാണ്. ഇങ്ങനെ ഒട്ടേറെ പഴങ്ങളും പല സംഗതികളും വവ്വാൽ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം കഴിച്ചാൽ നിപ്പ വരുമെന്ന് പറയുമ്പോൾ ഏതെങ്കിലും വിഭാഗം അങ്ങനെ നിപ്പ വരുമെന്ന് പറയുന്ന വവ്വാൽ കഴിച്ച ആഹാരം കഴിച്ചുകൊണ്ട് ഇത് കഴിച്ചാൽ ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് തെളിയിക്കാൻ ആരെങ്കിലും സന്നദ്ധരാണെങ്കിൽ അവരെ, ആ ഒരു സന്നദ്ധരായ ആളുകളെ അത് കഴിക്കാൻ അനുവദിക്കുകയും അത് ജനങ്ങൾക്ക് മാതൃകാപരമായി കാണിക്കുകയും ചെയ്താൽ ഈ ഭയമൊക്കെ മാറിക്കിട്ടും. പക്ഷേ അതിന് ഗവൺമെൻറ് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. പണ്ട് മോഹന വൈദ്യർ അങ്ങനെ ചെയ്തിരുന്നു. പക്ഷേ അന്നേരം മോഹന വൈദ്യർക്കൊക്കെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സംഭവം അവിടെ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ തന്നെ ഇവിടെ ഈ നിപ്പ ഉള്ള ഈ കാലത്ത് കേരളത്തിലെ എല്ലാ ഭാഗത്തും അടക്ക വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ല അടക്ക വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ അടക്കയൊക്കെ തന്നെ ഈ നനവുള്ള ഈ സാഹചര്യത്തിൽ, മഴ പെയ്യുന്ന സാഹചര്യത്തിൽ വവ്വാൽ കടിച്ച അടക്ക, വവ്വാൽ അതേപോലെ അത് ആഹരിച്ചെന്ന് പറഞ്ഞാൽ അത് ഊമ്പിയ അടക്ക ആണ് താഴ്ത്തി വീഴുന്നത്. അത് ആണ് ആളുകൾ മുഴുവൻ പെറുക്കി കൊണ്ടുപോയിട്ട് ഈ നനഞ്ഞ ഈ മഴക്കാലത്ത് പോലെ പെറുക്കി വിറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും തൊടുന്നവർക്കോ ഇതൊന്നും പിടിക്കുന്നവർക്കോ അത് കൈകാര്യം ചെയ്യുന്നവർക്കൊന്നും ഈ രോഗം വരുന്നില്ല. പ്രത്യേകിച്ച് ഈ നിപ്പ വന്നു എന്ന് പറയുന്ന ആ 14-കാരൻ ഫുട്ബോളിക്കാരൻ, ആ പയ്യൻ്റെ വാപ്പയും ഉമ്മയും അതുപോലെ വീട്ടിലെ ബന്ധുക്കളൊക്കെ തന്നെ ആ പയ്യൻ്റെ കൂടെ ആ പനിച്ച ദിവസങ്ങൾ അത്രയും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അവർക്കും ഈ രോഗം വന്ന് കാണാൻ കഴിയുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ രോഗവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളൊക്കെ തന്നെ ഒരു ശാസ്ത്രീയമാണെന്ന് തോന്നുന്നില്ല. ആകെ മൊത്തം ഒരു ഭയപ്പെടുത്തലാണ്. പണ്ടൊക്കെ മതങ്ങളിലൊക്കെ തന്നെ മതങ്ങളില്ലാത്ത പല കാര്യങ്ങളും അതിൽ കയറ്റിക്കൂട്ടിയിട്ട് അതിൽ ജനങ്ങളെ ഭയപ്പെടുത്തുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. പ്രേതം, ഭൂതം, പിശാച് എന്നൊക്കെ പറഞ്ഞിട്ട്.
ഇപ്പോൾ ആ ഭയപ്പെടുത്തലൊക്കെ തന്നെ നമ്മുടെ ശാസ്ത്രം പുരോഗമിച്ചപ്പോൾ മാറിയെന്ന് പറയാം. പക്ഷേ ഇപ്പോൾ ശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഭയപ്പെടുന്നത്. അപ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് നിർഭയത്വം ഉണ്ടാകാനുള്ള അവസരമില്ല. അപ്പോൾ ഇത്തരം അവസരങ്ങൾ ഉണ്ടാകാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട്, അല്ലാതെ ഇതിന് പരിഹാരമില്ല. ഏതായാലും മാസ്ക് ഇട്ടത് കൊണ്ടോ സാനിറ്റൈസർ ഇട്ടത് കൊണ്ടോ അകലം പാലിച്ചത് കൊണ്ടോ കുട്ടികൾ സ്കൂളിൽ പോകേണ്ടതുകൊണ്ടോ ഒന്നും ഈ മാനസികപരമായിട്ട് നിപ്പ പകരുമെന്ന ഭയം മാറാൻ പോകുന്നത്. അതിന് ഒരു ആരോഗ്യ ബോധവൽക്കരണ പരിപാടി തന്നെയാണ് വേണ്ടത്. ഇപ്പോൾ നമ്മുടെ ആരോഗ്യ വകുപ്പ് ആരോഗ്യ ഭയപ്പെടുത്തൽ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ ആരോഗ്യ വിഷയങ്ങൾ പറഞ്ഞ് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പീഡിപ്പിക്കലൊക്കെ മാറിയിട്ട് ജനങ്ങൾക്ക് ആവശ്യമായ അറിവ് നൽകുന്ന പ്രോഗ്രാമുകളാണ് പ്ലാൻ ചെയ്യണം. ഇത്തരം പ്രോഗ്രാം പ്ലാൻ ചെയ്തെങ്കിൽ മാത്രമേ ഇപ്പോൾ സമാധാനം ഉണ്ടാവുള്ളൂ. ഏതായാലും മലപ്പുറം ജില്ലയിൽ ഇതിനെ ഭയപ്പെടുന്ന ഒട്ടേറെ ആളുകളും ഇതിനെ ഭയപ്പെടാത്ത ഒട്ടേറെ ആളുകളുണ്ട്. അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ കോവിഡ് കാലത്ത് വെറുതെ ഭയപ്പെട്ടിട്ട് വാക്സിൻ എടുക്കുകയും അതേപോലെ തന്നെ അനാവശ്യമായി മാസ്കും സാനിറ്റൈസറൊക്കെ ഉപയോഗിച്ചൊരു വലിയ വിഭാഗമാണ് മലപ്പുറത്തുള്ളത്. അവർക്കൊക്കെ തന്നെ കോവിഡ് കാലത്ത് ഇവർ പറഞ്ഞത് മുഴുവൻ കള്ളത്തരാന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് ഇനി ഇവരെന്ത് പറഞ്ഞാലും അത് കളവായിട്ട് മാത്രമേ ജനങ്ങൾക്ക് എടുക്കാൻ കഴിയുള്ളൂ. കാരണം കോവിഡിൻ്റെ കാര്യം പറഞ്ഞ് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് ഇപ്പോൾ ഒരു മലയാളിക്ക് പറഞ്ഞു തരേണ്ട യാതൊരു ആവശ്യമില്ലല്ലോ. അപ്പോൾ അത്രയും അധികം ഭയപ്പെടുത്തിയത് വെറുതെ ആയിരുന്നു എന്നും അതുകൊണ്ട് ഒരുപാട് സാമ്പത്തികമായി നഷ്ടം ഉണ്ടായെന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഇപ്പം കേരള ജനം ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പം അവർക്ക് ഈ പറയുന്നതൊന്നും സ്വീകരിക്കാനൊന്നും ഒരു മൂഡുണ്ടാവില്ല. അപ്പോൾ ആ രൂപത്തിൽ ഞാൻ കാണുന്നത്, ഏതായാലും ശാസ്ത്രീയം എന്ന് പറയണമെങ്കിൽ സയൻറ്റിഫിക്കലി പ്രൂവ് ആവണം. ഇപ്പോൾ പന്നിയിൽ നിന്നും ഉടലെടുത്ത ഈ ഒരു നിപ്പ എന്ന് പറയുന്ന ഈ രോഗം ഇതെങ്ങനെയാണ് പന്നി ഒരിക്കൽ പോലും ഉപയോഗിക്കാത്ത, പന്നി കൈകാര്യം ചെയ്യാത്ത, പന്നി ആഹരിക്കാത്ത മുസ്ലിങ്ങൾക്ക് വന്നത് എങ്ങനെയാണെന്നുള്ളതിന് ഇപ്പോൾ ശാസ്ത്രീയപരമായ ഉത്തരമാണ് ആവശ്യമുള്ളത്. അല്ലാതെ കുറേ കടങ്കഥകളോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത കുറേ ഊഹാപോഹങ്ങളോ പറഞ്ഞിട്ട് ജനങ്ങളെ വിഡ്ഢിയാക്കുന്നതിൽ വല്ല അർത്ഥമൊന്നുമില്ല എന്നാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. ഭയപ്പെടാതിരിക്കലാണ് ആകെ ആവശ്യമുള്ളത്. പിന്നെ എല്ലാ ജൂൺ ജൂലൈ മാസങ്ങളിലും പണ്ടേ എല്ലാ കൊല്ലവും ജനങ്ങൾക്ക് പനി വരും, കുറേ ആൾ ആശുപത്രിയിലാവും, കുറേ ആൾ മരിക്കാറുണ്ട്. ഇത്തരം മരണങ്ങളൊക്കെ പലപ്പോഴും അലോപ്പതി മരുന്ന് കഴിച്ച ആൾക്കാർക്ക് സംഭവിക്കുന്നത്. അപ്പോൾ അലോപ്പതി മരുന്ന് കഴിച്ച ആൾക്ക് സംഭവിക്കുമ്പോൾ അത് അലോപ്പതി മരണമായിട്ടോ അലോപ്പതി വീഴ്ചയായിട്ട് കാണണം. ഇപ്പോൾ ഈ കുട്ടി മരിച്ചതിൻ്റെ സംഭവം പരിശോധിച്ചാൽ കുട്ടിക്ക് പനി വന്നിട്ട് 2-3 ദിവസത്തിന് ശേഷം പനി മാറിയില്ല. കൂടുതൽ മികച്ച ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ പോയിട്ട് പനി മാറിയില്ല, പനിയുടെ കാരണങ്ങൾ മനസ്സിലാവുന്നില്ല, പരിശോധന ഒട്ടേറെ നടത്തി, അതൊന്നും കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല. അങ്ങനെ കുട്ടിക്ക് മസ്തിഷ്ക ജ്വരമാണോ തെറ്റിദ്ധരിച്ചു. പക്ഷേ അനുബന്ധമായ പരിശോധനയിൽ മസ്തിഷ്ക ജ്വരമല്ലെന്ന് അവരെന്നെ വ്യാഖ്യാനിക്കുന്നു. എന്നാൽ പിന്നെ ചെള്ളുപനിയാണെന്ന് പറയുന്നു. അങ്ങനെ ചെള്ളുപനിയുടെ പരിശോധന പൂർത്തിയാവാൻ സമയമെടുക്കുമെന്ന് പറഞ്ഞിട്ട് ചെള്ളുപനിയുടെ മരുന്നുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ കുട്ടിക്ക് കൂടുതൽ ആരോഗ്യം വഷളാകുന്നു. ഈ ആരോഗ്യം വഷളായ സമയത്ത് കൂടുതൽ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി വിദഗ്ധ കേന്ദ്രങ്ങളിലേക്ക് കുട്ടിയെ മാറ്റുന്നു. അവിടുന്ന് കുട്ടി മരിക്കുന്നതിന് മുമ്പേ നിപ്പയാണെന്ന് പറയുന്നു. ഇപ്പം നിപ്പ വന്ന് മരിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്നുള്ള കോലത്തിൽ ഡോക്ടർമാരും കാണുന്നുണ്ട്. കാരണം കഴിഞ്ഞ കൊല്ലം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ ഒരു കുട്ടി നിപ്പ വന്ന് മരിച്ചു എന്ന് പറയുന്ന ഒരു കേസിൽ അത് കുടുംബങ്ങളൊക്കെ തന്നെ ആ വിഷയങ്ങളൊക്കെ വലിയ വാർത്തയായതൊക്കെയാണ്. ഇപ്പോൾ ഞാനൊന്നും ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിക്കാനുള്ള രോഗമായി നിപ്പ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അല്ലാതെ ഇപ്പോൾ ഡോക്ടർമാരുടെ കൈപ്പിഴയെന്ന വില പറയാൻ കഴിയുള്ളൂ. കാരണം ചെള്ളുപനിയാണെന്ന് വിചാരിച്ച് മരുന്ന് കൊടുത്തു, പക്ഷേ നിപ്പയായിരുന്നു, നിപ്പയാണെന്ന് മനസ്സിലായില്ല. അപ്പോൾ നിപ്പ എന്ന രോഗത്തിന് ചെള്ളുപനിക്കുള്ള മരുന്ന് കൊടുത്താൽ മരിക്കുമെങ്കിൽ ഈ കുട്ടി മരിക്കാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം. ഏതായാലും ഓരോരുത്തർക്ക് ഓരോ അഭിപ്രായങ്ങളുണ്ടാകും. സംഭവിച്ചെങ്ങനെയൊക്കെ നിലനിൽക്ക് പറയാം. ചുരുക്കി പറഞ്ഞാൽ ഇതുകൊണ്ട് ലോക്ക്ഡൗണോ അല്ലെങ്കിൽ സാനിറ്റൈസറോ അല്ലെങ്കിൽ മാസ്കോ ഉപയോഗിച്ചുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ജനങ്ങൾക്ക് സത്യം മനസ്സിലാക്കാനും സത്യം ഉൾക്കൊള്ളാനും നിർഭയത്വത്തോടെ ജീവിക്കാനുള്ള അറിവും അനുബന്ധമായ ബോധവൽക്കരണമാണ് നടത്തിക്കൊണ്ടിരിക്കേണ്ടത്. പക്ഷേ അത് സംഭവിക്കാത്തതിൻ്റെ പ്രയാസം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ.